പോവാണ്. അപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ലിറ്റിൽ ഏഞ്ചലിന്റെ പെർഫോമൻസ് ആണ്. ആരാണ് വരുന്നത്? വൈദേഹി കുട്ടിയാണ് എത്തുന്നത്. വിളിച്ചാലോ? വിളിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം വൈദേഹി കുട്ടി ഓൺ സ്റ്റേജ്. പാവക്കുട്ടി വന്ന പോലെ ഉണ്ടല്ലോ. വെട്ടി നല്ലൊരു പാവക്കുട്ടി വന്ന പോലെ. ആള് മാറിപ്പോയി, ഉഗ്രായിട്ടുണ്ട് കേട്ടോ. അതെ, സൂപ്പറായിട്ട് എല്ലാരും മാച്ചിങ്. അതെ, വൈറ്റ്. വലിയ ആകാംക്ഷ ഏത് പാട്ടാണ് ഈ ഡ്രസ്സുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. അതെ, അത് തക്കുടുകുട്ട എൻജിയങ്കിള് പാടിയതാ. ഏ സിനിമ എനിക്ക് ഓർമ്മയില്ല. സിനിമ പട്ടണത്തിൽ സുന്ദരൻ. പട്ടണത്തിൽ സുന്ദരൻ. സുന്ദരനാണെന്നുള്ള കാര്യം മനസ്സിലായി, പട്ടണത്തിലാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ശരി, മുടി മൊത്തം വെട്ടിയില്ല, ഇവിടെ മാത്രമേ. ഞാനും വെട്ടി മക്കളെ, ഇന്നലെ പോയി വെട്ടി. സെയിം ബെഞ്ച്. സെയിം പിഞ്ച്. അപ്പൊ ഈ പട്ടണത്തിൽ സുന്ദരൻ ആരാ മ്യൂസിക്? ഞാൻ തന്നെ പറയാൻ വേണ്ട. അടുത്തത് ലിറിക്സ്. ലിറിക്സ് കൈതപ്പുറം സാർ. വെരി ഗുഡ്. പാടിയതാരാ? പാടിയത് എംജി അങ്കിള്. ഞാനല്ല. അതെ, എങ്കി അതെ ഇരിക്കട്ടെ അല്ലേ? ഒരു വെയിറ്റ് അല്ലേ ഇതൊക്കെ. അപ്പൊ എങ്ങനെയാ പാട്ടൊന്നും തുടങ്ങുന്ന ഓർത്തോട്ടെ ഞാൻ. തക്കുടുകുട്ട ഓ ചക്കരമുത്തേ, ഓ കണ്ണിനു കണ്ണിൽ ചാഞ്ചാട്, എൻ മണി കുഞ്ഞിന്നമ്പിളിക്കിണ്ണം വെണ്ണ നിറച്ചേത്താ. ആഹാ, കൊള്ളാലോ. ഏത് വർഷം ഇത്? വർഷം 2003. എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്തായാലും മോൾ എന്നെ പാടി ഒന്ന് ഓർപ്പി. അതെ, ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു ഡാഡി. Baba,
ഉണ്ണിക്കുട്ടി. വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ, കലക്കി. അടിപൊളി. ആ മക്കൾ ആദ്യം പറഞ്ഞു ആ ഉടുപ്പിന് ചേരുന്ന പാട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റില് ഉണ്ണിക്കണ്ണ ഉണ്ണിക്കണ്ണ അതെ. എന്ന് കിടന്ന് കൃഷ്ണന്റെ വിളിക്കുക. പാട്ടായിരുന്നല്ലോ. ആ മൊത്തത്തിൽ കൃഷ്ണായിരുന്നു. കൃഷ്ണന്റെ അടുത്ത് പറയുന്നു ഒന്ന് തട്ടുകുട്ട. പിന്നെ വേറെ ഡ്രസ് ഇല്ല, അതിലൊരു കുട്ടി ഉണ്ട്. ആ കുട്ടി ഇങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ടില്ലേ? ഓ, അതുകൊണ്ടാണോ? അതുകൊണ്ടാ ഡ്രസ് അവിടെ ഉണ്ടായിരുന്നു. സിനിമയില് സിനിമയില് എന്നിട്ട് ഞാൻ Character. അതെടുത്തിട്ടു. ഓ, അത് ശരി, അങ്ങനെയാണ്. പിന്നെ എന്ത് ചെയ്യാനാ, ഇതിന് കണക്കാക്കില്ല ഡ്രസ് ഇല്ലേ? വിധിയായി പോയില്ലേ നിനക്ക്? ഇന്നത്തെ വിധി എന്ന് പറഞ്ഞ പോലെ. അതെ, അതെ. പക്ഷെ എന്തായാലും ആ ഡാൻസ് ഉണ്ട്. ആ ഓ അതെ. ഇവിടെ നിന്നോട്ട് റിവ്യൂ ചോദിക്കായിരുന്നു, ഈ കൊച്ചെങ്ങനെ പാടും. ഞാൻ പറഞ്ഞു കുഞ്ഞല്ലേ. അല്ല ഇത്രയും കടന്ന് ഇതിന് ഡാൻസ് ഒന്നല്ല പറയണത്, ഇളകിയിട്ട് അല്ലേ? ഇതിന് എന്താ പറയാ, അങ്ങനെ ശരീരം മൊത്തം ആർമാദിച്ചു. ഒരാള് ഗാനമേള കാണുന്ന താഴെ എന്താ പിള്ളേര് ചാടൂലേ എന്ന് പറഞ്ഞ ഒരാൾ ഇത് പാടുകയും ചെയ്യണം. റിമി ഞെട്ടിയിരിക്കുക, കാരണം റിമി ആണ് ഏറ്റവും കൂടുതൽ. അല്ലല്ലേ? വലത്തെ കൈ ഭയങ്കര, ഇടത്തെ കൈ ഇരട്ടി അടിയാ. അല്ല ഇപ്പൊ വലത്തെ കൈ പതുക്കെ ഓക്കെ ആവുന്നുണ്ട് കേട്ടോ. കരുതിയിരിക്കണം അതെ അതെ. അല്ല കൈ പതുക്കെ റെഡി ആവുന്നുണ്ട്, ഇച്ചിരി അഹങ്കാരം വരുന്നുണ്ട്. ആയിക്കോളൂ ആയിക്കോളൂ. അല്ല എന്നിട്ട് ഇതിന്റെ ഇടയിലൊക്കെ ഓരോ ബീജിലും ഓരോ സ്റ്റെപ്പായിരുന്നു. അതെ. ആ ഇത് വേണ്ട. പിന്നെ മറ്റേ ഫുൾ മറ്റേ വെസ്റ്റേൺ സ്റ്റെപ്പായിരുന്നു. ആ ഉടുപ്പിന് പറ്റിയ ആളിന്ന് അർമാദിക്കായിരുന്നു. പക്ഷെ പിന്നെ മോനേന്നൊക്കെ ഒരു ആ അത് സംഗതി അവിടെ എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ പാടിയതാണെങ്കിൽ എനിക്ക് ഒട്ടും ഓർമ്മയില്ല. എന്തായാലും അവിടെ എന്താണെന്നുള്ള കാര്യം മനസ്സിലായില്ല. ഞാൻ അങ്ങനാണോ പാടിയത്? ഒന്ന് പാടിക്കത്. മോനീ വാവോ. ആ ഇപ്പൊ ഏകദേശം വന്നു. നേരത്തെ മോൻ വേറെ എവിടെ ആയിരുന്നു, ഇപ്പഴാ മോനെ പിടിച്ചോണ്ട് വന്നു. അതെ നമ്മളെ മീനൂട്ടി, എന്തോ നമ്മള് പെൺകുട്ടികളെയാണ് എല്ലാരും ഈ ചക്കര മുത്തേ പൊന്നെ വാവേ. സത്യത്തിലുണ്ടല്ലോ ആൺ മനസ്സുകളിലും ഇത് ഭയങ്കരമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. തേങ്ങുന്നുണ്ടോ? ഇവരെ അങ്ങനെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ കാണാതെ ഒന്ന് ഇവരെ ഞങ്ങളെയും ഒരു കൊച്ചായിട്ട് കാണണം. പക്ഷെ ഇവർക്ക് കൊച്ചാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അഭിമാനം സമ്മതിക്കുന്നില്ല. ഒന്ന് സ്നേഹത്തോടെ നമ്മൾ കൊതിപ്പിച്ചിട്ട് അതിങ്ങനെ വെച്ചിട്ട് ഒരു കഷായം കൊടുത്തു നോക്കി അവർ കുടിച്ചിരിക്കും. എന്റെ അമ്മ ഇതിവിടേക്കാണ് വന്നത്. മോള് സംസാരിച്ച് എന്റെ ദൈവമേ, അത് ഇതല്ലേ ഇപ്പൊ പ്ലാൻ ചെയ്തതാണോ? അവസാനം ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് അവസാനം കഷായത്തിലെത്തി. ദൈവമേ, ആരും കഷായം കൊടുത്തേക്കരുത്. വൈദേഹി കുട്ടി, ആ ക്യൂട്ട്നെസ് ഓവർലോഡഡ്. യെസ്, ആ ഡാൻസ്, അയ്യോ എന്താ പറയണ്ടേ അതിന്. എന്തൊക്കെ സ്റ്റൈല് സ്റ്റെപ്പാണ് ഇട്ടത്. വിമി ചേച്ചി ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അടുത്ത സ്റ്റേജില്. പക്ഷെ ഇതെനിക്ക് പറ്റില്ല, രണ്ട് കാലും കൈ ഒരേ സമയം ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ല. അതെ, അതേത് അതെ, സ്റ്റെപ്പായിരുന്നു? അതേതായിരുന്നു step? കാണിച്ചപ്പോ കാണിച്ചു കണ്ടോ. കാര്യം നമ്മളൊക്കെ 80 കിലോ അല്ലേ? ഞാൻ 93 കിലോ. ആ ഞാനൊക്കെ ഒരു 80 കിലോ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പറ്റില്ല. റിമിക്ക് പിന്നെയും പറ്റും. ഇത് ആ പാടെ എന്താ പറയുക, 1/2 കിലോ അല്ലേ ഉള്ളൂ. എങ്ങനെ വേണേ ചാടാം. അതെ, ആ നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു ആ മൂവ്മെന്റ്സ് അല്ലേ. നല്ല കറക്റ്റ് അളന്ന് കുറിച്ച് ചെയ്യണ പോലെ. ആള് മിടുക്കിയാണ്, പാട്ടില് മാത്രല്ല ഡാൻസിലും സംസാരിക്കാനും. അപ്പൊ എന്തായാലും ഇന്ന് കലക്കി അടിപൊളിയായിരുന്നു. താങ്ക് യു. വെരി ഗുഡ്. ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ തക്കുടു കുട്ടൻ പൊക്കുറ്റി. ടാറ്റാ. ടാറ്റാ. See you. All the best. ടാറ്റാ.